Hi friends, welcome to CBDTech Online Academy. ഇന്ന് നമ്മൾ നോക്കുന്നത് സോളിഡ് ഡോസേജ് ഫോംസിലെ ടാബ്ലറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഒരു ഓറൽ ഡോസേജ് ഫോമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാണ് അല്ലേ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡോസേജ് ഫോമും ആണ് ടാബ്ലറ്റ്സ്. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ്സിന്റെ നമുക്ക് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ മെത്തേഡ്സിലാണ്? കംപ്രഷൻ വഴിയും മോൾഡിംഗ് വഴിയുമാണ് നമുക്ക് ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് അല്ലെ, അതിലൊരു കോമ്പാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ടാബ്ലറ്റ് കംപ്രസിംഗ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. മോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അച്ചുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അത് സ്മോൾ സ്കെയിലിന്റെ ഒക്കെ നമ്മൾ മുന്നേ ഹാൻഡ് ഒക്കെ യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിക്കുള്ള എക്യുപ്മെന്റ്സ് ആ ഒരു മോൾഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സിൽ ഫസ്റ്റ് നമുക്ക് കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കംപ്രഷൻ ചെയ്ത് എടുക്കുന്ന ടാബ്ലറ്റ്സ് അല്ലെ. അപ്പൊ സാധാരണ നമുക്ക് മറ്റു മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ സാധാരണ നമ്മളൊരു ടാബ്ലറ്റ് നമ്മുടെ ഡ്രഗ് കോറും അതിനെ നമുക്ക് ടാബ്ലറ്റ് ആക്കി വേണ്ട എക്സിപ്പിയൻസും കൂടി ആഡ് ചെയ്ത് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ്. മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒന്നിൽ കൂടുതൽ ഡ്രഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ആയിട്ട് വരും. അതായത് ഇപ്പോൾ രണ്ട് സാധനങ്ങൾ നമുക്ക് ഇൻകോമ്പാറ്റബിൾ ആണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ലെയർ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ എന്താണ്? ലെയേർഡ് ടാബ്ലറ്റ്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ്? ഒരു കോർ വന്നിട്ട് അതിന്റെ പുറത്ത് മറ്റൊരു കോട്ടിംഗ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഇസ് ലെയേർഡ് ടാബ്ലറ്റ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസ് കോട്ടഡ് ടാബ്ലറ്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു കോർ കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് മൾട്ടിപ്പിൾ കംപ്രസ്ഡ് ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് ഉണ്ട്. ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ സോളബിൾ ആയിട്ടുള്ള ഡെഗ്രിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഷുഗർ നേച്ചറുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ കാര്യം, അതിന്റെ പല സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് കടന്നു വരേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതേപോലെ തന്നെ ടാബ്ലറ്റിന്റെ വെയിറ്റ് മറ്റ് നമ്മുടെ ഫിലിം കോട്ടിംഗ് ടാബ്ലറ്റ്സ് ഒന്നും പോലെയല്ല, ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സിന് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതാണ് ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ്. ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോളിമർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫൈൻ കോട്ടിംഗ് കൊടുത്തുകൊണ്ടെടുക്കുന്ന ടാബ്ലറ്റ്സ് ആണ് ഫിലിം കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജെൽ ടാബ്. ജെൽ ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെലാറ്റിൻ കോട്ടഡ് ടാബ്ലറ്റ്സ് ആണ്. നമുക്കറിയാം ക്യാപ്സ്യൂളാണ് നമുക്ക് ജെലാറ്റിൻ വരുന്നത്. അപ്പൊ ക്യാപ്സ്യൂളിന്റെ അതേ ഷേപ്പിൽ, ഇവിടെ ഫിഗർ കണ്ടാൽ അറിയാം, ക്യാപ്സ്യൂളിന്റെ അതേ ഷേപ്പിൽ നമുക്ക് എന്തുണ്ട്? ടാബ്ലറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ജെൽ ടാബ്. ഓക്കെ, നെക്സ്റ്റ് എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ്. എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മെയിൻലി നമ്മുടെ ഇപ്പോൾ ചില ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഗ്യാസ്ട്രിക്കിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യും? ഗ്യാസ്ട്രിക് ഫ്ലൂയിഡിന്റെ പ്രസൻസിൽ അത് ഡീഗ്രേഡഡ് ആയി പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചില ഡ്രഗ്സിന് അബ്സോർപ്ഷൻ കൂടുതൽ വരുന്നത് ഇൻഡസ്റ്റൈനിലായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കേസസിൽ നമുക്ക് എന്ത് പ്രിഫറബിൾ ആണ്? എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് പ്രിഫറബിൾ ആണ്. അപ്പൊ അതെന്ത് ചെയ്യും? സ്റ്റൊമക്കിൽ ഡീഗ്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാതെ ഏത് pH-ലാ? ഇൻഡസ്റ്റൈനൽ pH-ൽ എത്തിയിട്ട് മാത്രമേ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, so that is what is enteric coated tablets. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് ബക്കൽ ടാബ്ലറ്റും സബ്ലിംഗ്വൽ ടാബ്ലറ്റും. ബക്കൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞാൻ വലിയ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ബക്കൽ ടാബ്ലറ്റും സബ്ലിംഗ്വൽ ടാബ്ലറ്റും. അപ്പൊ സബ്ലിംഗ്വൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ ടങ്കിന്റെ അടിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സബ്ലിംഗ്വൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ. ബക്കൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ചീക്കിനും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഗംസിനും ഇടയ്ക്ക് അവിടെയാണ് പ്ലേസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ബക്കൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്ലോലി ഡ്രഗ് റിലീസ് ചെയ്യുന്ന ടാബ്ലറ്റ് ഫോം ആണ്. സബ്ലിംഗ്വൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പോഴോ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്ഷൻ വേണം അല്ലെ. നമുക്കറിയാം നൈട്രോഗ്ലിസറിൻ ഒക്കെ ആൻജൈനൊക്കെ, അപ്പൊ പെട്ടെന്ന് ആക്ഷൻ വേണ്ടതാണ് സബ്ലിംഗ്വൽ. പക്ഷേ ബക്കലാണെങ്കിൽ പതുക്കെ ആയിരിക്കും അതിൽ നിന്ന് ഡ്രഗ് റിലീസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് ഒന്ന് ഓർത്തേക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ചൂവബിൾ ടാബ്ലറ്റ്സ്. ഓക്കെ, ഇപ്പൊ ചൂവബിൾ ടാബ്ലറ്റ്സിന്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം സ്വീറ്റൻഡ് ആയിരിക്കണം ചൂവബിൾ ടാബ്ലറ്റ്സ് അല്ലെ, എന്നാൽ മാത്രമല്ല അത് പാലറ്റബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയിന്റ് ഓർക്കാനുള്ളത്, അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഷുഗറാണ് മാനിറ്റോൾ. ഓക്കെ, സോ അപ്പൊ നമ്മൾ മെയിൻ ഡൈല്യൂവന്റ് അവിടെ ചൂവബിൾ ടാബ്ലറ്റ്സിൽ ഏതാണ്? മാനിറ്റോളിന്റെ കേസ് നമുക്ക് യൂഷ്വലി MCQസിൽ കാണുന്നതാണ്. അതേപോലെ തന്നെയാണ് മറ്റൊരു പോയിന്റ് ഓർക്കാനുള്ളത്, ചൂവബിൾ ടാബ്ലറ്റ്സിന് നമുക്ക് എന്ത് വേണ്ട? ഡിസിൻറ്റിഗ്രൻസ് വേണ്ട, ബിക്കോസ് ചൂയിങ് വഴി തന്നെയാണ് അത് പോകുന്നത്.
പോകുന്നത് അല്ലെ, അല്ലെങ്കിൽ അത് മൗത്തിൽ പതുക്കെ റിലീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് chewable tablets. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് effervescent tablets. effervescent tablets എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ടാബ്ലറ്റിന്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമായിട്ട് ഡ്രഗ് റിലീസ് ആവുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്? ബിക്കോസ് effervescent ടാബ്ലറ്റിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും, ആസിഡിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും അല്ലെ, ഓർഗാനിക് ആസിഡ്, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഒരു ബൈകാർബണേറ്റ്, ദാറ്റ് ഇസ് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പോൾ ആസിഡും ആൽക്കലിയും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ആ ഒരു പ്രസൻസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ടാബ്ലറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡ്രഗ് റിലീസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മോൾഡ് ടാബ്ലറ്റ്സ്. മോൾഡ് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞാണ് മോൾഡിംഗ് വഴിയായിരിക്കും ഉണ്ടാകുന്നത്. ചെറിയ സൈസ് ടാബ്ലറ്റ്സ് ആണ് മോൾഡ് ടാബ്ലറ്റ്സ്. ഫോർ എക്സാമ്പിൾ ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്സ് ഒക്കെ മോൾഡിംഗ് വഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ യൂഷ്വലി ഈ പൊട്ടന്റ് ഡ്രഗ്സ് ഒക്കെ വരുന്ന കേസസിൽ നമുക്ക് മോൾഡിംഗ് വഴിയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്സ് ഒക്കെ അതിനാണ് എടുക്കുക. ഇനി ഹൈപ്പോഡോമിക് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പാരന്റൽ ആയിട്ടുള്ള ഫോംസിൽ ഇപ്പോൾ നമുക്ക് ഹൈപ്പോഡോമിക് ടാബ്ലറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ടുള്ള സിറിഞ്ചസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മുന്നേ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിറിഞ്ചിലേക്ക് നമുക്ക് ആ മെഡിസിൻ എടുക്കാൻ വേണ്ടി ഈ ടാബ്ലറ്റിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും അത് മെഡിസിൻ സിറിഞ്ചിലേക്ക് എടുക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹൈപ്പോഡെർമിക് ടാബ്ലറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വജൈനൽ ടാബ്ലറ്റ്സ്. വജൈനൽ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ വജൈനയിൽ കീപ്പ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് ആണ് വജൈനൽ ടാബ്ലറ്റ്സ്. പിന്നെ ഫാസ്റ്റ് ഡിസോൾവിംഗ് ടാബ്ലറ്റ്സ്, അതായത് നമുക്ക് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യുന്നതാണ്. വിത്തിൻ സെക്കൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഡ്രഗിന്റെ റിലീസിങ് നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ്. ഓക്കെ.